ജയ ജയ ഹേ ഇറങ്ങിയ സമയത്ത് അത് വൻ ഹിറ്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിനായാലും ശരി, യൂത്തിനായാലും ശരി, ഒരുപാട് ചിരിക്കാനായിട്ടായാലും എന്റർടൈൻ ചെയ്യപ്പെടുന്ന നല്ലൊരു ചിത്രമായിരുന്നു. ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുവായൂരമ്പല നടയിൽ വരുമ്പോൾ അത് പക്ക ഒരു എന്റർടൈനിങ് കോമഡി ചിത്രമാണെന്ന് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഈ ഇവര് ചെയ്ത ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് കറക്റ്റ് ഒരു ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉണ്ടാവുമല്ലോ? അല്ല, അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിൽ ജയ ജയ വേറൊരു തന്നെ റൂട്ടിലുള്ള സർക്കാസ്റ്റിക് മൂവിയാണ്. അതൊരു കോമഡി മൂവിയായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം, ചിലപ്പോൾ ചിരിക്കാതിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചെയ്യുന്ന ഓർഡു ആണെന്നൊക്കെ തോന്നും. കാര്യം അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല. അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട്. പിന്നെ അതിനെ മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ്, സർക്കാസ്റ്റിക്കലി ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു കോമഡി മൂവി ചെയ്യണമെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം, അവർക്ക് എന്തുവേണം ചെയ്യാം എന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം ജയ ജയെന്ന് ഗുരുവായൂരിലോട്ട് വരുമ്പോൾ രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമയുള്ള ട്രാക്കിലുള്ള ഒരു സിനിമയാണ്. അപ്പം കോമഡി എന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ ചിരിച്ചാലേ അത് കോമഡി ആവുള്ളൂ. അപ്പോൾ അതുവരെ കോമഡി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പം അതൊരു വെഡ്ഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ്. നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പടം മൊത്തത്തിൽ. അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ്. അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പോൾ അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ കൺഫ്യൂഷൻസ്, പറയുന്ന ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ. നോർമലി ഒരു എല്ലാ ജോണേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഒരു എപ്പോഴും നമ്മൾ കമ്പാരിസൺ ഇന്ന പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ, എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവാറ്. ഈ പടത്തിൽ ഇന്ന സീനില് അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്യൂമർ ഇത് വർക്കൗട്ട് ആവുന്നത് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ടായിരിക്കുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പേടിയുണ്ടോ? അല്ല, എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും. ഹ്യൂമർ മാത്രമല്ല, ത്രില്ലർ ചെയ്യാനും ആക്ഷൻ ചെയ്യാനൊക്കെ പേടിയുണ്ടാവും. എന്ത് ചെയ്താലും നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും. നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകൾ ജയ ജയ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല ഇത് എവിടേക്ക് എങ്ങോട്ടൊക്കെ പോകുന്നതും. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പം അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ്. അതെ, ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് സുകുമാറിനെയും ബേസിൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു 10-30 ആർട്ടിസ്റ്റുകളെ കൊണ്ട് 24 ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആവും അവർക്ക്. പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട്. അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോയിട്ടില്ല, കാര്യം അത് നടക്കില്ല. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ സെറ്റ് ഇടുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, സുനിൽ കുമാരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആർട്ട് ഡയറക്ടർ. പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ്. അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് നമുക്ക് എക്സാക്റ്റ് ഗുരുവായൂരമ്പലം ഫീൽ ചെയ്യുന്ന രീതിയിലൊരു സെറ്റ് റീക്രിയേറ്റ് ചെയ്തു. അത് സെറ്റെന്ന് പറയാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി. സെയിം സൈസിൽ ആ സെയിം സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് ലൈറ്റ് കയറ്റണം, ഇത്രയും പേർക്ക് ഇതിനകത്ത് നിൽക്കണം. അപ്പം ഏതാണ്ട് സെറ്റെന്ന് പറയാൻ പറ്റില്ല, അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി. അപ്പം അത് പൊളിക്കാൻ തന്നെ 2 മാസം എടുത്തു ബേസിക്കലി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും, എന്താവും, സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷമോ ഇല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആർട്ട് ഡയറക്ടറുകളാണ്. ആ ടൈമിലുള്ളൊരു ഇതെങ്ങനെയായിരുന്നു? ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ഗുരുവായൂർ. നമ്മൾ എപ്പോൾ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ പോലെ 24 ദിവസം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയായി എന്നൊക്കെ പറയാൻ കഴിയും? കോസ്റ്റ് പ്രൊഡ്യൂസർ വേണ്ടത്. ക്രൗഡ് നമുക്കൊരു 10,000-1500 പേരിൽ പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഒരു 10-24 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 24 ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. P4-ഉം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി, അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ്, എല്ലാ ദിവസവും ഞങ്ങളെക്കാൾ നല്ല ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ടത്. അവർക്ക് സെപ്പറേറ്റ് കേറ്ററിംഗ് സർവീസിൽ നിന്നുള്ള നോൺ വെജ് ഉൾപ്പെടെയുള്ള നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു. പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി, ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ്,
ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല. പക്ഷെ അതിന് വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് ഈ ഫോറിൻ്റെ സൈഡിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്ന് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു, ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ. അതൊരു വലിയ ഒരു ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി. അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. കാര്യം അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടായി എനിക്ക്. അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.